എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ക്യാപിറ്റൽ ഗുഡ്സ്, ഡിസ്കസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് റിവേഴ്സൽ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്താണെന്നൊരു ചോദ്യം, ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാക്സ് എങ്ങനെയാണ് എടുക്കുകയെന്നും എങ്ങനെയാണ് ക്യാപിറ്റലിൻ്റെ ഇൻപുട്ട് ടാക്സ് റിവേഴ്സൽ ചെയ്യുക എന്നുള്ളതുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് അറിയാം, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ടാക്സിനാണ് നമ്മൾ പൊതുവിൽ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുക. ഇൻപുട്ട് ടാക്സിനെ 3 ആയിട്ട് നമുക്ക് തരംതിരിക്കാം. കമ്പോണൻസ് ഓഫ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയും. അതിനകത്ത് ഇൻപുട്ട് ഗുഡ്സ് ഉണ്ട്. ഇൻപുട്ട് ഗുഡ്സ് മീൻസ് റോ മെറ്റീരിയൽ. ഇൻപുട്ട് സർവീസ് മീൻസ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും സേവനങ്ങൾ ഉപയോഗിച്ചാൽ അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന ടാക്സിനെ ഇൻപുട്ട് സർവീസ് എന്ന് പറയും. 3ാമത്തെ കമ്പോണൻ്റ് ആണ് ക്യാപിറ്റൽ ഗുഡ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ഗുഡ്സിനെ കുറിച്ചാണ്. Capital goods means the value of which is capitalized in the books of accounts of the person claiming the credit and which are used or intended to be used in the course or furtherance of business. ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന അസറ്റുകളെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുക. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലൈസ് ചെയ്യാന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റായിട്ടാണ് എഴുതുന്നത്. Capital goods are assets such as, example പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ്, മെഷീനറി, എക്യുപ്മെൻറ്റ്, വെഹിക്കിൾസ് ആൻഡ് ടൂൾസ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ യൂസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഓർ സർവീസസ്. For example, a blast furnace used in iron and steel industry is a capital asset for steel manufacturer. അപ്പോൾ നമ്മൾ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെഷീനറി, ഇതിനെയൊക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുക. ഇനി എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് അതർ ഇൻപുട്സ്? ലെറ്റ് us take an example. You are making a cake in your oven. You added ingredients eggs, water, flour, butter. These are your input. നമ്മളൊരു കേക്ക് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് റോ മെറ്റീരിയൽ വേണം, ഇൻപുട്ട് വേണം. അതെന്തൊക്കെയാണ്? ഇപ്പോൾ നമുക്ക് മൈദ വേണം, എഗ്ഗ് വേണം, വെള്ളം വേണം, ബട്ടർ, നെയ്യ്, അങ്ങനെ പല സാധനങ്ങൾ വേണം. അതിനെ നമുക്ക് ഇൻപുട്ട് ഗുഡ്സ് എന്ന് വിളിക്കാം. ദീസ് ആർ യുവർ ഇൻപുട്ട്. ദ കേക്ക് ഈസ് യുവർ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കേക്കാണ്. ദ ഓവൻ ഈസ് ദ ക്യാപിറ്റൽ ഗുഡ്സ് വിച്ച് ഹെൽപ്പ് യു ടു മേക്ക് ദ കേക്ക്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഓവനകത്ത് വെച്ചാണ്. അപ്പോൾ ഓവനെ നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. Inputs are consumed while making the final product and are treated as a business expense as cost of production. നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളെല്ലാം നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ആഡ് ചെയ്യും. ക്യാപിറ്റൽ ഗുഡ്സ് ആർ നോട്ട് കൺസ്യൂംഡ് വെൻ ദ ഫൈനൽ പ്രോഡക്റ്റ് ഈസ് മെയ്ഡ്. നമുക്കറിയാം, കേക്കിനകത്തൊന്നും നമുക്ക് ഒരിക്കലും ഓവനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. They are not consumed in a single year of production. അത് ഒറ്റ വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഉപയോഗിച്ച് തീരുന്നതല്ല, നമുക്ക് കുറേ വർഷത്തേക്ക് ഉപയോഗിക്കാം. Therefore, they cannot be entirely deducted as a business expense. അതുകൊണ്ട് നമുക്ക് ഒരു മേടിച്ച അപ്പം തന്നെ നമ്മളുടെ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റില്ല. Instead, they are depreciated over the course their useful lives. നമുക്കറിയാം, പല വർഷങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഓരോ വർഷവും അതിൻ്റെ വാല്യൂ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് എഴുതി മാറ്റുകയാണ് ചെയ്യുന്നത്. The business recognize part of the cost each year through accounting techniques as depreciation, amortization and depletion. നമ്മൾ ഓരോ വർഷവും അതിനെ ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ ഒരു 15% ഒക്കെ വെച്ച് ഓരോ വർഷവും എഴുതി എക്സ്പെൻസ് ആക്കി എഴുതി നമ്മൾ അത് അതിൻ്റെ ലൈഫ് തീരുമ്പോഴത്തേക്കും നമ്മളതിനെ ഡിപ്രീസിയേഷൻ ആയിട്ട് ഓരോ വർഷം കുറച്ച് എഴുതി എക്സ്പെൻസ് ആയിട്ട് എഴുതി അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് വാട്ട് ഈസ് ക്രെഡിറ്റ് ഓൺ ക്യാപിറ്റൽ ഗുഡ്സ്? വെൻ യു പർച്ചേസ് എനിത്തിങ് യു ആർ റിക്വയർഡ് ടു പേ GST ഓൺ ഇറ്റ്. നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും നമ്മൾ അതിൻ്റെ മുകളിൽ GST കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മളൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങുന്ന ഇൻപുട്ടുകളുടെ മുകളിൽ നമുക്ക് ടാക്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതായിട്ട് വരും. ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിച്ചാൽ അതിൻ്റെ മുകളിലും ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും.
later you can claim input tax credit on the GST paid on your purchase. നമുക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ടാക്സ് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് അവകാശമുണ്ട്. Similarly, when you are purchasing any machinery for your factory, you will pay the applicable GST rate. നമ്മൾ മെഷീനറി വാങ്ങിച്ചാലും അതിൻ്റെ മേളിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള GST റേറ്റ് വെച്ചിട്ടുള്ള ടാക്സ് നമ്മൾ അടയ്ക്കണം. The GST paid can be claimed as credit in the same way as input. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സിന്റെ മുകളിൽ കൊടുക്കുന്ന ടാക്സ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ആയിട്ട് നമുക്ക് കണക്കാക്കി നമ്മുടെ ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് നമുക്ക് കുറയ്ക്കാനായിട്ട് അവകാശം ഉണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടേമാണ് വാട്ട് ഈസ് കോമൺ ക്രെഡിറ്റ്. ബിസിനസ് ഓഫൻ യൂസ് ദ സെയിം അസറ്റ്സ് ആൻഡ് ഇൻപുട്ട് ഫോർ ബോത്ത് ബിസിനസ് ആൻഡ് പേഴ്സണൽ യൂസ്. നമ്മൾ ബിസിനസ്സിൽ വാങ്ങുന്ന റോ മെറ്റീരിയൽ ആണെങ്കിലും മെഷീനറി ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിലും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പം കോമൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങി പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കും, ചിലപ്പോൾ ബിസിനസ്സിൻ്റെ അല്ലാത്ത ആവശ്യങ്ങൾക്കും ഉപയോഗിക്കും. അതിനെയാണ് നമ്മൾ കോമൺ ക്രെഡിറ്റ് എന്ന് പറയുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അനിത എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഫ്രീലാൻസ് ഡിസൈനറാണ്. അദ്ദേഹം ഒരു ബ്ലോഗറും കൂടെയാണെന്ന് വിചാരിക്കാം. ഷീ ഹാസ് എ പേഴ്സണൽ ലാപ്ടോപ്പ് വിച്ച് ഷീ ഓൾസോ യൂസസ് ഫോർ ഹെയർ freelance work. She claimed the input credit of GST paid on purchase of laptop only to the extent it pertains to her freelance business. അപ്പം ഇങ്ങനെ ഫ്രീലാൻസ് ബിസിനസ് ചെയ്യുന്ന ഒരു ഡിസൈനർ ആൻഡ് ബ്ലോഗർ അദ്ദേഹം ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു. ആ ലാപ്ടോപ്പിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് കോമൺ ആണ്. കാരണം അത് പേഴ്സണൽ ആവശ്യത്തിന് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കോമൺ ഇൻപുട്ടിൻ്റെ നമുക്ക് മൊത്തം ടാക്സിൻ്റെ ബിസിനസ്സിൽ എന്തോരം ഉപയോഗിച്ചോ അതിൻ്റെ ആ ഒരു പോർഷൻ, ബിസിനസ്സിൽ ഉപയോഗിച്ച ഒരു പോർഷൻ, അതായത് മൊത്തം ഇൻപുട്ട് ടാക്സിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ബാലൻസ് ഉള്ള പോർഷൻ ഇന്നെലിജിബിൾ ആയിട്ട് നമ്മൾ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സൽ ഓഫ് ഇൻപുട്ട് ടാക്സ് ആസ് പെർ റൂൾ 42, 43 എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോളത്തിൽ നമ്മൾ എഴുതിയിട്ട് നമ്മളത് കുറച്ച് കളയണം. മിസ് അനിത ഹാസ് ഓൾസോ പർച്ചേസ്ഡ് എ സ്പെഷ്യൽ ഡിസൈനിങ് സോഫ്റ്റ്വെയർ. അതേസമയം അനിത ഒരു സ്പെഷ്യൽ ഡിസൈനിങ് സോഫ്റ്റ്വെയറും കൂടെ മേടിച്ചിട്ടുണ്ട്. സിൻസ് ദിസ് പെർട്ടൈൻസ് ഓൺലി ടു ഹെർ ബിസിനസ് ഷീ ക്യാൻ ക്ലെയിം ഫുൾ ITC ഓൺ ദിസ്. അതേസമയം ഡിസൈനിങ്ങിന് വേണ്ടി പുള്ളിക്കാരി ഒരു സോഫ്റ്റ്വെയർ വാങ്ങിച്ചു. ആ സോഫ്റ്റ്വെയർ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ മുഴുവൻ ഇൻപുട്ട് ടാക്സും അദ്ദേഹത്തിന് പുള്ളിക്കാരിക്ക് ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് അവകാശമുണ്ട്. അപ്പം ക്യാപിറ്റൽ ഗുഡ്സ് ടൈപ്സ് ഓഫ് ITC ഫോർ ക്യാപിറ്റൽ ഗുഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫോർ ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എത്ര വിധത്തിലുണ്ട്? ക്യാപിറ്റൽ ഗുഡ്സ് ഓൺലി ഫോർ പേഴ്സണൽ യൂസ് ഉണ്ട്, ഓൺലി ഫോർ എക്സംപ്റ്റ് സപ്ലൈസ്. അപ്പം പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്ന ഒരു ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയും ITC നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല, ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് കുറയ്ക്കാൻ പറ്റില്ല. എക്സംപ്റ്റഡ് സപ്ലൈക്ക് നമ്മൾ ഒരു മെഷീനറി വാങ്ങിച്ച് എക്സംപ്റ്റ് സപ്ലൈക്ക് അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് എക്സംപ്റ്റ് സപ്ലൈ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻപുട്ടും ആ മെഷീനറിയുടെ ഇൻപുട്ടും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ഓൺലി നോർമൽ ടാക്സബിൾ സെയിൽസ് ഇൻക്ലൂഡിങ് സീറോ റേറ്റഡ് സെയിൽസ്. അപ്പം നോർമൽ ആയിട്ടുള്ള ടാക്സബിൾ ആയിട്ടുള്ള സെയിൽസിന് അതിനി എക്സ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ ITC മുഴുവനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി ക്യാപിറ്റൽ ഗുഡ്സ് നോക്കിയേ, പാർട്ട്ലി ഫോർ പേഴ്സണൽ എക്സംപ്റ്റഡ് ആൻഡ് പാർട്ട്ലി ഫോർ നോർമൽ സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സബിൾ സെയിൽസിന് ഉപയോഗിക്കും, പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കും, എക്സംപ്റ്റഡ് സപ്ലൈക്കും ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ITC നമ്മൾ അതിൻ്റെ മുഴുവൻ ITC നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളൊന്ന് ഒരു കാൽക്കുലേഷൻ എടുത്തിട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്, അതായത് ടേൺ ഓവറിൻ്റെ പ്രൊപ്പോർഷനെ എടുത്തിട്ട് നമുക്ക് അത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് നോക്കാം, ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എ, ക്യാപിറ്റൽ ഗുഡ്സ് യൂസ്ഡ് ഓൺലി ഫോർ പേഴ്സണൽ യൂസ് ഓർ ഫോർ എക്സംപ്റ്റഡ് സെയിൽസ്. No ITC is available for personal purchases or for capital goods used in exempted sales. അപ്പോൾ എക്സംപ്റ്റഡ് സെയിൽസിന് വേണ്ടിയിട്ടാണ്, അതായത് ടാക്സ് ഇല്ലാത്ത പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ ടാക്സ് ഒരു വിധത്തിൽ നമുക്ക്
റീഫണ്ട് ആയിട്ട് അല്ലെങ്കിൽ തിരിച്ച് കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല, എടുക്കാനായിട്ട് പറ്റില്ല. പേഴ്സണൽ പർപ്പസിന് മേടിച്ചാലും പറ്റത്തില്ല. അനിത ഹാസ് പർച്ചേസ്ഡ് എ ഫ്രിഡ്ജ്. അനിത ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചു. സിൻസ് ദിസ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ഹെയർ ബിസിനസ്, അത് പുള്ളിക്കാരിയുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല, അതുകൊണ്ട് അത് പ്യുവർലി പേഴ്സണൽ പർച്ചേസ് ആണ്. ഷീ വിൽ നോട്ട് ബി ഏബിൾ ടു ക്ലെയിം ITC ഓൺ ദ GST പെയ്ഡ് ഫോർ ദ ഫ്രിഡ്ജ്. അപ്പോൾ അദ്ദേഹം വാങ്ങിയത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജ് വാങ്ങിയത്. അപ്പോൾ ഒരു കാരണവശാലും ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. Capital goods used for exempted sales. Mr. Avinash has purchased a small flour mill in his grocery shop to grind wheat grains to flour. Since he is producing unbranded flour, it is exempted from GST. ഒരാളൊരു ഗ്രോസറി ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഗോതമ്പ് പൊടിക്കുന്ന ഒരു മെഷീൻ വാങ്ങിച്ചു. അപ്പോൾ ആ ഗോതമ്പ് പൊടിക്കുന്ന മെഷീൻ അദ്ദേഹം ഗോതമ്പ് പൊടിച്ചിട്ട് ബ്രാൻഡ് നെയിമിലല്ല വിൽക്കുന്നത്. അപ്പം അൺബ്രാൻഡഡ് ആയിട്ട് വിറ്റ് കഴിഞ്ഞാൽ എക്സംപ്റ്റഡ് സപ്ലൈ ആയി. അപ്പം ആ പറയുന്ന മെഷീനറി വാങ്ങിച്ച സമയത്ത് അദ്ദേഹം കൊടുത്ത ആ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മേളിൽ കൊടുത്ത ടാക്സിൻ്റെ എമൗണ്ട്, GST എമൗണ്ട് അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനായിട്ടുള്ള അവകാശമില്ല. കാരണം അവിടെ എക്സംപ്റ്റഡ് സപ്ലൈ ആണ് നടക്കുന്നത്. അടുത്ത രണ്ടാമത്തെ കേസ്, ക്യാപിറ്റൽ ഗുഡ്സ് യൂസ്ഡ് ഫോർ നോർമൽ സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സബിൾ സെയിൽസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. XYZ ഹാസ് പർച്ചേസ്ഡ് മെഷീനറി ടു മാനുഫാക്ചർ ഷൂസ്. സിൻസ് ഷൂസ് ആർ നോർമൽ ടാക്സബിൾ സപ്ലൈസ്, ദ GST ഇൻക്ലൂഡഡ് പെയ്ഡ് while purchasing machinery will be completely available at ITC. അപ്പോൾ ഒരു ഷൂ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിൽ ഒരു മെഷീനറി വാങ്ങിച്ചാൽ ഷൂസിന് മുകളിൽ ടാക്സ് ഉള്ളതുകൊണ്ട് അത് ടാക്സബിൾ സപ്ലൈ ആണ്. അപ്പോൾ ആ ഷൂ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങുന്ന മെഷീനറിയുടെ ഇൻപുട്ട് ടാക്സ് അദ്ദേഹത്തിന് ഔട്ട്പുട്ട് ടാക്സിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ കേസാണ് പറയുന്നത്, കോമൺ ക്രെഡിറ്റ് ഫോർ പാർട്ട്ലി പേഴ്സണൽ എക്സംപ്റ്റഡ് ആൻഡ് പാർട്ട്ലി നോർമൽ സെയിൽസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഷീനറി വാങ്ങിച്ചാൽ അതിനകത്ത് നിന്ന് ടാക്സബിൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി വെക്കും, ടാക്സ് ഇല്ലാത്ത പ്രോഡക്റ്റ് ഉണ്ടാക്കി വെക്കും. അതിലുണ്ടാക്കുന്ന കുറച്ച് പ്രോഡക്റ്റ് അയാൾ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ ടോട്ടൽ ഇൻപുട്ട് ടാക്സിനെ നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ളത് മാത്രം എടുക്കണം, ഇന്നെലിജിബിൾ ആയിട്ടുള്ളത് നമ്മൾ റിവേഴ്സ് ചെയ്യണം. അതിനുള്ള ഫോർമുലയാണ് താഴെ പറയുന്നത്. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. The ITC paid for the capital goods will be credited to electronic credit ledger. അപ്പം നമ്മൾ എന്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മളുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് കയറി വരും. യൂസ്ഫുൾ ലൈഫ് ഓഫ് സച്ച് ക്യാപിറ്റൽ അസറ്റ് വിൽ ബി ടേക്കൺ ആസ് 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് പർച്ചേസ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് നമ്മൾ വാങ്ങിച്ചാൽ അതിന് എത്ര വർഷം ആ മെഷീനറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ എടുക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 വർഷം ഒരു മെഷീനറി ഉപയോഗിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണ്. Now the total amount of input tax credit to electronic credit ledger for the whole useful life will be distributed over the useful life. അപ്പോൾ ആ മെഷീനറിക്ക് വേണ്ടി നമ്മൾ ചിലവാക്കിയ ടാക്സ് എമൗണ്ട് നമ്മൾ 5 വർഷത്തേക്ക് ഡിവൈഡ് ചെയ്യും. The useful life will be taken as 5 years. If you pay GST on a monthly basis, then you will be use the following formula. അപ്പോൾ നമ്മൾ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ 5 വർഷം ലൈഫുള്ള ഒരു മെഷീനറിയാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ മേളിലുള്ള ഇൻപുട്ട് ടാക്സിന് നമ്മൾ ഈ 5 വർഷത്തേക്ക്, അതായത് 60 മാസത്തേക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ മാസവും അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ എടുക്കാൻ. അപ്പോൾ അതിനൊരു ഫോർമുല ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫോർ 1 month നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ആ മെഷീനറിയുടെ മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എത്രയാണോ അത് ഇവിടെ എടുക്കുക, അതിനെ നമ്മൾ 60 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്ക് ഒരു മാസത്തെ ഇൻപുട്ട് ടാക്സ് എലിജിബിൾ ആയിട്ടുള്ളത് കിട്ടും. എന്നിട്ട് ആ ഒരു മാസത്തെ എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ടിൽ നിന്നും ആ ഒരു മാസം നടത്തിയ എക്സംപ്റ്റഡ് സെയിൽസിൻ്റെ ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ട് ആ പെർസെൻറ്റേജ് എലിജിബിൾ ITCയിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. നമുക്ക് നോക്കാം. ഇനി നമ്മൾ ക്വാർട്ടർലി ആണ് റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ 5 വർഷം എന്ന് പറയുമ്പം 20 ക്വാർട്ടറാണ്. അതായത് ഒരു വർഷം 4 ക്വാർട്ടർ. അപ്പോൾ 4 × 5 4 5 20 ക്വാർട്ടർ. നമ്മൾ ഇൻപുട്ട് ടാക്സ് ഡിവൈഡഡ് ബൈ 20 എന്നെടുക്കും. അപ്പോൾ നമുക്കൊരു ഫിഗർ കിട്ടും. നമുക്കൊരു ഫിഗർ കിട്ടും. അതാണ് നമ്മുടെ ഒരു മാസത്തെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉള്ളത്. അതിൽ നിന്നും നമ്മൾ പിന്നെ ഒരു പെർസെൻറ്റേജ് എന്ത് ചെയ്യും,
ഡിഡക്റ്റ് ചെയ്യും. ആ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡിഡക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കും. അതിനൊരു ഫോർമുല ഉണ്ട്. ഫോർ എക്സംപ്റ്റഡ് സപ്ലൈസ് ദി എമൗണ്ട് ഓഫ് ITC attributable to exempt supplies ഔട്ട് ഓഫ് കോമൺ ക്യാപിറ്റൽ ക്രെഡിറ്റ്. അപ്പം നമുക്ക് ഒരു മാസത്തെ കോമൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് എത്രയാണെന്ന് കിട്ടി. അതിൽ നിന്നും നമ്മൾ ആ മാസത്തെ എക്സംപ്റ്റഡ് സപ്ലൈയുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് നമ്മളൊരു കോമൺ ക്രെഡിറ്റിൽ നിന്നും നമ്മളൊരു പെർസെൻറ്റേജ്, ഈ പെർസെൻറ്റേജ് അതായത് എക്സംപ്റ്റഡ് സപ്ലൈയുടെ പെർസെൻറ്റേജ് ഓഫ് ഇൻപുട്ട് ടാക്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. അങ്ങനെയാണ്. അതിനൊരു ഫോർമുല ഉണ്ട്. ക്രെഡിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു എക്സംപ്റ്റ് സപ്ലൈസ്. അപ്പോൾ കോമൺ ക്രെഡിറ്റിൽ നിന്നും എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടിയിട്ട് എത്ര ഇൻപുട്ട് ക്രെഡിറ്റ് ആണ് മാറ്റി വെക്കേണ്ടതെന്നുള്ള ഫോർമുല കണ്ടുപിടിക്കണം. അതിന് നമ്മൾ വാല്യൂ ഓഫ് എക്സംപ്റ്റഡ് സപ്ലൈസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ ഇൻറ്റു ക്രെഡിറ്റ് ഫോർ എ ടാക്സ് പീരിയഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 month ക്രെഡിറ്റ്. അപ്പം ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇങ്ങനെ നമ്മൾ റിമൈനിങ് എമൗണ്ട് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ക്രെഡിറ്റ് ഫോർ എക്സംപ്റ്റ് സപ്ലൈസ് വിൽ ബി അലൗഡ് ആസ് ITC. ഓൾ ദി അബോവ് calculations must be done separately for central tax, state tax, union territory, integrated tax. ഓരോ ടാക്സിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. ഇനി എങ്ങനെയാണെന്നുള്ള നമ്മളൊരു ഇല്ലസ്ട്രേഷൻ വെച്ചിട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എ കമ്പനി operating in Karnataka had availed the following ITC on various capital goods purchased in the month of July 2020. ITC on machine A. ഈ മെഷീനറി A യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഇൻ സപ്ലൈ ഓഫ് എക്സംപ്റ്റഡ് ഗുഡ്സ് ആണ്. അപ്പോൾ ഈ മെഷീൻ എയിൽ ഉണ്ടാക്കുന്ന ഔട്ട്പുട്ടുകളെല്ലാം വിൽക്കുന്ന സമയത്ത് അതിൻ്റെ മേളിലെല്ലാം ടാക്സ് ഇല്ല, അത് എക്സംപ്റ്റഡ് ഗുഡ്സ് ആണ്. അങ്ങനെയുള്ള മെഷീൻ വാങ്ങിക്കുന്ന ടാക്സ് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ITC ഓൺ മെഷീൻ ബി യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഇൻ സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ്. അപ്പോൾ ടാക്സബിൾ ഗുഡ്സ് മാത്രമാണ് മെഷീൻ ബി ണ്ടാക്കുന്ന പ്രോഡക്റ്റ് എല്ലാം ടാക്സബിൾ പ്രോഡക്റ്റ് മാത്രമാണ്. അപ്പോൾ ഇത് നമുക്ക് എലിജിബിൾ ആണ്. ITC ഓൺ മെഷീൻ സി യൂസ് എക്സ്ക്ലൂസീവ്ലി ഫോർ നോൺ ബിസിനസ് പർപ്പസ്. ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടല്ല മൂന്നാമത്തെ മെഷീൻ. അപ്പോൾ നമുക്ക് ഈ 20,000 നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ITC അല്ല. അപ്പോൾ 1,50,000 എലിജിബിൾ അല്ല, 20,000 എലിജിബിൾ അല്ല. അപ്പോൾ ഇനി ITC ഓൺ മെഷീൻ ഡി യൂസ്ഡ് പാർട്ട്ലി ഇൻ സപ്ലൈ ഓഫ് ടാക്സബിൾ ആൻഡ് എക്സംപ്റ്റഡ് ഗുഡ്സ്. അപ്പോൾ നമുക്കിവിടെയാണ് നമുക്ക് പ്രശ്നം വരിക. അപ്പം നമുക്കിവിടെ എടുക്കാവുന്ന ITC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ. എക്സംപ്റ്റഡ് സപ്ലൈയുടെ പറ്റില്ല, ടാക്സബിൾ ഗുഡ്സിൻ്റെ 9 ലക്ഷം ഉണ്ട്, ITC ഓൺ മെഷീൻ 20,000 പറ്റില്ല, ഈ 4,50,000 ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പാർട്ട്ലി ടാക്സബിളും പാർട്ട്ലി എക്സംപ്റ്റഡുമാണ്. നമുക്ക് നോക്കാം. ദ കമ്പനി ഹാഡ് ഓൾസോ മെയ്ഡ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് സപ്ലൈസ് ഇൻ കർണാടക ഇൻ ദ മന്ത് ഓഫ് ജൂലൈ. ടേൺ ഓവർ റിലേഷൻ ടു എക്സംപ്റ്റഡ് സപ്ലൈ. അപ്പോൾ എക്സംപ്റ്റഡ് സപ്ലൈ അയാളുടെ ടേൺ ഓവർ വരുന്നത് 20 ലക്ഷമാണ്. ടേൺ ഓവർ ഇൻ റിലേഷൻ ടു ടാക്സബിൾ സപ്ലൈ 80 ലക്ഷമാണ്. അപ്പോൾ 1 കോടി രൂപയാണ് ടോട്ടൽ ടേൺ ഓവർ. ആ ടേൺ ഓവറിനെ നമ്മൾ ഒന്നോട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ടാക്സബിൾ സപ്ലൈ എത്ര, എക്സംപ്റ്റഡ് സപ്ലൈ എത്ര. അപ്പോൾ 20, 80 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ നോക്കാം. ITC on machine A and C will not be credited to the electronic credit ledger. അപ്പോൾ 1,50,000 1,70,000 എലിജിബിൾ അല്ല. ITC on machine B will be credited to the electronic ledger 9 ലക്ഷം. ഈ 9 ലക്ഷം നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ITC on machine D will also be credited to the electronic credit ledger 4,80,000 ആണ്. പക്ഷെ അത് നമുക്ക് മുഴുവൻ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അപ്പോൾ ഈ മെഷീനറിയുടെ ലൈഫ് എത്ര വർഷത്തേക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അപ്പം നമ്മളിവിടെ ഈ മെഷീനറിയുടെ ലൈഫ് ഓഫ് മെഷീൻ 5 വർഷമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. അത് 5 ആണെങ്കിലും 10 ആണെങ്കിലും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ഈ മെഷീൻ നമ്മൾ 5 വർഷത്തേക്കാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ലൈഫ് പറയുന്നത്. 5 വർഷമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫോർ 1 month നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഫോർ 1 month അങ്ങനെ കണ്ടുപിടിക്കുക. ടോട്ടൽ ITC ഓഫ് ദാറ്റ് മെഷീൻ ഈസ് ഈക്വൽ ടു 4,50,000 ഡിവൈഡഡ് ബൈ 12 × 60 മാസം. അപ്പോൾ ഒരു മാസം എലിജിബിൾ ആയിട്ടുള്ള ITC എന്ന് പറയുന്നത് 7,500 രൂപയാണ്. ഇനി ഈ 7,500 രൂപ മുഴുവൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കണ്ടോ, ടേൺ ഓവർ നമ്മൾ നോക്കണം. അപ്പോൾ ഈ ടേൺ ഓവറിൻ്റെ ഒരു പെർസെൻറ്റേജ് മാത്രമാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ.
അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ എന്നുള്ളതാണ്. അപ്പോൾ എലിജിബിൾ ആയ കോമൺ ITC നമുക്ക് കിട്ടി 7500 ആണ്. The amount of ITC to be reversed for the month of July 2020 would be, അതിനൊരു ഫോർമുല ഉണ്ട്, വാല്യൂ ഓഫ് എക്സംപ്റ്റഡ് സപ്ലൈ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ ഇൻറ്റു ക്രെഡിറ്റ് ഫോർ 1 month. റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ട് ആണ് കേട്ടോ. 4,50,000 ഒരു മാസത്തെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 7,500 രൂപയാണ് നമുക്ക് കിട്ടി. ഇനി 7,500 രൂപ മുഴുവൻ എടുക്കാൻ പറ്റില്ല, ഇതിനകത്ത് നിന്ന് ഒരു പോർഷൻ എക്സംപ്റ്റഡ് സപ്ലൈക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യാം. അതെങ്ങനെ കണ്ടുപിടിക്കാം? വാല്യൂ ഓഫ് എക്സംപ്റ്റഡ് സപ്ലൈ 20 ലക്ഷം ടോട്ടൽ അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ക്രെഡിറ്റ് 7,500 രൂപ കിട്ടി. ഇനി കോമൺ ക്രെഡിറ്റ് 7,500 രൂപയാണ്. ഈ 7,500 രൂപ പറയുന്ന പർട്ടിക്കുലർ ക്യാപിറ്റൽ അസറ്റ് യൂസ് ചെയ്തതിൻ്റെ കോമൺ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 7,500 ആണ്. ഈ 7,500 മുഴുവൻ എടുക്കാനായിട്ട് പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 20 ലക്ഷം രൂപയുടെ സെയിൽസ് നോൺ ടാക്സബിൾ ആണ്, എക്സംപ്റ്റഡ് ഗുഡ്സിൻ്റെയാണ്. അപ്പം അവിടെ മൊത്തം ടേൺ ഓവർ എന്ന് പറയുന്നത് 1 കോടിയാണ്. 80 ലക്ഷം ടാക്സിനും ടാക്സബിൾ വാല്യൂം 20 ലക്ഷം നോൺ ടാക്സബിളുമാണ്. അപ്പം ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുക്കണം നമ്മൾ. അതായത് ഇതിൻ്റെ പെർസെൻറ്റേജ് എടുക്കുമ്പം 20%, അതായത് ഈ 7,500 20% ഇന്നെലിജിബിൾ ആണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈ 7,500 80% മാത്രമാണ് നമുക്ക് എലിജിബിൾ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 7,500 20% എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫോർമുല? റിവേഴ്സൽ ഓഫ് ITC ഈക്വൽ ടു വാല്യൂ ഓഫ് എക്സംപ്റ്റഡ് സപ്ലൈ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ ഇൻറ്റു ക്രെഡിറ്റ് ഫോർ 1 month. അപ്പോൾ 20 lakhs ഡിവൈഡഡ് ബൈ 1 CR ഇൻറ്റു 7,500. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? നമുക്ക് കിട്ടുന്ന ആൻസറാണ് 1,500. അപ്പോൾ നമ്മൾ ITC റിവേഴ്സ് ഫോർ ദ മന്ത് കോമൺ ക്രെഡിറ്റിൽ നിന്ന് 1,500 റിവേഴ്സ് ചെയ്യണം. അത് കൂടാണ്ട് നമ്മൾ ഈ പറയുന്ന 1,50,000 20,000 170 നമുക്ക് എടുക്കാനും പറ്റില്ല. 1,500 രൂപ നമ്മൾ ഈ പറയുന്ന കോമൺ ക്രെഡിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. എ എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് സപ്ലൈക്ക് മാത്രമാണ്, അതുകൊണ്ട് 150 പറ്റില്ല. സി നോൺ ബിസിനസ് പർപ്പസ് ആണ്, അപ്പോൾ അതും പറ്റില്ല. 9 ലക്ഷം ടാക്സബിൾ ആണ്, അപ്പോൾ 9 ലക്ഷം നമുക്ക് എടുക്കാം. ഇനി ഈ 4,50,000 4,50,000 എന്ന് പറയുന്നത് പകുതി ടാക്സബിളും പകുതി എക്സംപ്റ്റഡും ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ ഡിവൈഡഡ് ബൈ ആ മെഷീനറിയുടെ ലൈഫ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് പെർ മന്ത് കോമൺ ക്രെഡിറ്റ് എത്രയാണെന്ന് കിട്ടും. അതാണ് നമ്മളിവിടെ കണ്ട 7,500 രൂപ. 4,50,000 60 മാസം കൊണ്ടേ നമുക്ക് ഉപയോഗിച്ച് തീർക്കാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് കുറയ്ക്കാൻ പറ്റില്ല. 7,500 രൂപ കണ്ടുപിടിച്ചു. ഈ 7,500 എന്ന് പറഞ്ഞ കോമൺ ക്രെഡിറ്റ് ആണ്. ഈ കോമൺ ക്രെഡിറ്റിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എലിജിബിൾ ഉള്ളൂ. ഒരു പോർഷൻ ഇന്നെലിജിബിൾ ആണ്. അപ്പോൾ ഇന്നെലിജിബിൾ ആയ റിവേഴ്സ് ചെയ്യേണ്ട പോർഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുക? എക്സംപ്റ്റഡ് സപ്ലൈ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ ഇൻറ്റു 1 month ക്രെഡിറ്റ്. അപ്പോൾ നമുക്ക് 1,50,000 കിട്ടി. ഈ 1,500 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിവേഴ്സ് ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ തന്നെ വേറൊരു കേസിലും കൂടെ നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാക്സ് നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടി വരും. അതെപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. What happens if one start using an asset for exempted goods also for taxable goods? If a capital asset was earlier used exclusively used for personal purpose or selling exempted goods, and now it is used commonly for business and personal purpose or affecting taxable and exempt supplies. Input tax to be credited to electronic credit ledger is equal to input tax minus 5% of input tax for every quarter or part thereof or from date of invoice. Let us understand this by an example. നമുക്ക് നോക്കാം. Mr. Avinash brought a capital asset
ഫോർ യൂസ് ഇൻ എക്സംപ്റ്റഡ് സപ്ലൈ ഓൺലി. അപ്പോൾ എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടിയിട്ട് മാത്രം അദ്ദേഹം ഒരു മെഷീനറി മേടിച്ചിരുന്നു. ആ മെഷീനറി എക്സംപ്റ്റഡ് സപ്ലൈക്ക് മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഹി പെയ്ഡ് ₹1 lakh along with GST 18,000 ആസ് ഇൻപുട്ട് ടാക്സ് ഓൺ 1/10/2017. അപ്പോൾ 1/10/2017 അദ്ദേഹം ഒരു മെഷീനറി വാങ്ങിച്ചു. വാങ്ങിക്കുന്ന സമയത്ത് അത് എക്സംപ്റ്റഡ് സപ്ലൈക്ക് മാത്രമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്തിട്ടില്ല, ക്ലെയിം ചെയ്തിട്ടില്ല. കാരണം എക്സംപ്റ്റഡ് സപ്ലൈയുടെ മാത്രം അതിൻ്റെ എടുക്കാൻ പറ്റില്ല. ഇനി 15/11/2018 he wishes to use the capital asset commonly for both taxable and exempted supplies. and 15/11/2018 ആയപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്തു, ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ നൗ ദ എലിജിബിൾ കോമൺ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വിൽ ബി കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. അപ്പം നമ്മൾ റിമൈനിങ് ആയിട്ടുള്ള മാസങ്ങളിലെ എലിജിബിൾ ആയിട്ടുള്ള ഇൻപുട്ട് എന്ത് ചെയ്യണം, കോമൺ ഇൻപുട്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഇൻപുട്ട് ടാക്സ് മൈനസ് 5% ഓഫ് ഇൻപുട്ട് ടാക്സ് ഫോർ എവറി ക്വാർട്ടർ ഓർ പാർട്ട് ദെയർ ഓഫ്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന ക്യാപിറ്റൽ ഗുഡ്സ് എത്ര ക്വാർട്ടർ എക്സംപ്റ്റഡ് സപ്ലൈക്കായിട്ട് ഉപയോഗിച്ചു. അപ്പം നമ്മൾ നോക്കിയാൽ 1/10/2017 ടു 1/10/2018 വരുമ്പോൾ ഒരു വർഷമാവും. അപ്പം 4 ക്വാർട്ടറായി. അത് കഴിഞ്ഞ് ഒരു 1.5 മാസം കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ 5 ക്വാർട്ടർ ഈ ക്യാപിറ്റൽ ഗുഡ്സ് എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ക്വാർട്ടറിൽ 5% വെച്ച് എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ആ 18,000 ആയിരുന്നു മൊത്തം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അദ്ദേഹം പേ ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ 5% വെച്ചിട്ട് 5 ക്വാർട്ടറിലേക്ക് കുറച്ച് കഴിയുമ്പോൾ 4,500 കിട്ടും. അതായത് ഒരു ക്വാർട്ടറിൽ 1,500 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, 18,000 ഇൻറ്റു 5% ഒരു ക്വാർട്ടറിൽ. അങ്ങനെ 5 ക്വാർട്ടറിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് 4,500 രൂപയാണ് നമ്മൾ കുറച്ചിട്ട് 18 നിന്ന് 4,500 കുറയ്ക്കും. അപ്പോൾ ഈ 13,500 കോമൺ ആയിട്ട് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ITC എന്ന് പറഞ്ഞാൽ. ഇതെങ്ങനെ കിട്ടിയത്, ആ മെഷീനറി വാങ്ങുന്ന സമയത്ത് 18,000 രൂപയായിരുന്നു ഇൻപുട്ട് ടാക്സ് ആയിട്ട് പേ ചെയ്തത്. 5 ക്വാർട്ടർ ഈ മെഷീൻ എക്സംപ്റ്റഡ് സപ്ലൈ മാത്രം ഉണ്ടാക്കാനായിട്ടുള്ള പ്രോഡക്റ്റ്, എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റിൽ, അതായത് ടാക്സ് ഇല്ലാത്ത പ്രോഡക്റ്റ് ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വർഷവും 1.5 മാസവും അദ്ദേഹം എന്ത് ചെയ്തു, എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടി മെഷീൻ ഉപയോഗിച്ചു. പിന്നീട് ഉള്ള മാസങ്ങളിൽ പിന്നീട് ഈ മെഷീനറി ഉപയോഗിക്കുന്നത് മുഴുവൻ ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ആ പീരിയഡിലുള്ള ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യണം, നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ഡിഡക്റ്റ്, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാം? അപ്പം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഫോർമുലയുണ്ട്. ഫോർമുല എന്താ, ടോട്ടൽ ഇൻപുട്ട് ടാക്സ് മൈനസ് 5% ഓഫ് ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യണം, ഓരോ ക്വാർട്ടറിലും ടോട്ടൽ ഇൻപുട്ട് ടാക്സിൻ്റെ 5% വെച്ച് നമുക്ക് കുറയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ക്വാർട്ടർ എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടിയിട്ട് ഈ മെഷീൻ ഉപയോഗിച്ചു എന്നുള്ളത് നോക്കണം. അപ്പം 5 ക്വാർട്ടറിലേക്ക് എന്ത് ചെയ്തു, ഈ മെഷീനറി 5 ക്വാർട്ടർ 5 ക്വാർട്ടർ മെഷീൻ എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. അപ്പോൾ 18,000ൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ 18,000 ആണ്. അതിൽ നിന്നും 18,000ൻ്റെ 5% വെച്ച് 5 ക്വാർട്ടർ. അപ്പോൾ 18,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ 1,800, 5% എന്ന് പറയുമ്പോൾ 900. അപ്പോൾ 900 ഇൻറ്റു ഒരു ക്വാർട്ടറിൽ ഈ 18,000ന് 900 വെച്ച് കുറയ്ക്കാം. അങ്ങനെ 5 ക്വാർട്ടർ 9×5 45, അതാണ് 18,000 മൈനസ് 4,500 വന്നേക്കുന്നത്. അപ്പോൾ ഈ 13,500 കോമൺ ക്രെഡിറ്റ്. നൗ this is the common credit available to Mr. Avinash. He will credit 13,500 to electronic credit ledger. Now he will calculate ITC attributable to exempt supplies as per formula C1. Common credit for 1 month. അപ്പോൾ ഒരു മാസത്തേക്കുള്ള നമ്മൾ ക്രെഡിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ മെഷീൻ ഇനി നമ്മൾ 5 വർഷത്തേക്ക് നമ്മൾ ഉപയോഗിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ 12,560. അപ്പോൾ ഒരു മാസം നമ്മൾക്ക് എലിജിബിൾ ആയിട്ടുള്ള കോമൺ ക്രെഡിറ്റ് 1 മന്ത് എന്ന് പറഞ്ഞാൽ 225 ആണ്. ഇനി അവിടുത്തെ ടോട്ടൽ ടേൺ ഓവർ നോക്കണം. 1,60,000 ആണ്. അതിൽ 40 lakhs എക്സംപ്റ്റഡ് ആണ്. അപ്പം നമ്മൾ ഇനി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് റിവേഴ്സ് ചെയ്യേണ്ട, അതായത് 225 മുഴുവൻ എടുക്കാൻ പറ്റില്ല,
എക്സംപ്റ്റഡ് സപ്ലൈ ഉണ്ടെങ്കിൽ ആ പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പം നമുക്കിവിടെ അത് കിട്ടി. ടോട്ടൽ ടേൺ ഓവർ നോക്കിയപ്പോൾ 1,60,000 ആണ്. അതിൽ 40 lakh എക്സംപ്റ്റഡ് ആണ്. അപ്പം 40 lakh ഡിവൈഡഡ് ബൈ 1,60,000 ഇൻറ്റു 225. അപ്പം 56.25. അതായത് ഓരോ മാസവും 225 മൈനസ് 56.25 ആണ് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾ അതർ ITC എന്നുള്ള കോളത്തിൽ നമ്മൾ 225 എടുക്കും. ആസ് പെർ റൂൾ റിവേഴ്സൽ ഓഫ് ITC ആസ് പെർ റൂൾ 42 ആൻഡ് 43 എന്നുള്ള കോളത്തിൽ നമ്മൾ 56.25 നമ്മൾ ഡിഡക്റ്റും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഈ ഇവിടുത്തെ കേസ് എങ്ങനെയാണ്, ഒരു മെഷീനറി വാങ്ങിച്ചു. ആ മെഷീനറി വാങ്ങിച്ചിട്ട് ആദ്യത്തെ 5 ക്വാർട്ടർ എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചു. ബാക്കി ഇനി ആ മെഷീൻ മുഴുവൻ ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടിയിട്ട് മാറ്റുവാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് മെഷീനറി മേടിച്ചപ്പോൾ മൊത്തം എത്ര ഔട്ട്പുട്ട് ടാക്സ് കൊടുത്തു, 18,000 രൂപയാണ്. ഈ 18,000 രൂപയിൽ നിന്നും 5 ക്വാർട്ടറിലെ നമ്മൾ എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചു. ആ 5 ക്വാർട്ടറിലെ നമ്മൾ ടാക്സ് എന്ത് ചെയ്യണം, കോമൺ ITC കണ്ടുപിടിക്കാൻ നേരത്ത് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ 18,000-ന്റെ ഒരു ക്വാർട്ടറിൽ 5%, 9,000 രൂപ വെച്ച് 5 ക്വാർട്ടർ 4,500 രൂപ നമ്മൾ കുറയ്ക്കും. അപ്പോൾ 18,000 മൈനസ് 4,500 13,500 ആണ്. ഇനി ആ മെഷീനറിയുടെ ബാലൻസ് കോമൺ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് 13,500 ആണ്. ഈ 13,500 കൊണ്ട് നമ്മൾ ഇനി 5 വർഷം മെഷീനറി ഉപയോഗിക്കുമെങ്കിൽ ഒരു മാസം നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് 225 കിട്ടി. ഇനി ആ 225-ൽ നമ്മൾ ആ ഒരു മാസത്തെ ആ സ്ഥാപനത്തിലെ ടാക്സബിൾ സപ്ലൈ എത്രയാണ്, എക്സംപ്റ്റഡ് സപ്ലൈ എത്രയാണെന്ന് നോക്കണം. ഇത് രണ്ടും എടുത്തു കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ടേൺ ഓവർ കിട്ടും. അപ്പോൾ നമ്മൾ ഇനി ആ ഫോർമുല അപ്ലൈ ചെയ്യണം. വാല്യൂ ഓഫ് എക്സംപ്റ്റഡ് സപ്ലൈ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ ഇൻറ്റു കോമൺ ക്രെഡിറ്റ് ഫോർ ദ മന്ത് 1 month. അപ്പോൾ നമുക്ക് 40 ഡിവൈഡഡ് ബൈ 160 ഇൻറ്റു 225 കിട്ടും. അപ്പോൾ ഈ 56.25 ആണ് നമ്മൾ ആ മാസം 225 രൂപ മൊത്തം നമുക്ക് കോമൺ ആയിട്ടുണ്ടായിരുന്നു. അതിൽ 56.25 എന്ന് പറയുന്ന എക്സംപ്റ്റഡ് സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി റിവേഴ്സൽ ഓഫ് ക്രെഡിറ്റ് അണ്ടർ സർട്ടൺ സർക്കംസ്റ്റാൻസസ്. ഇൻ ദ ഫോളോവിങ് സർക്കംസ്റ്റാൻസസ് ദ proportionate ITC will be reversed, that is added to output tax liability in GSTR 2. അപ്പോൾ ചില സമയത്ത് ഇനി ഇത് നമ്മൾ മെഷീനറി വിൽക്കുന്ന സമയത്താണ് കേട്ടോ. മെഷീനറി വിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നോക്കിയേ. വേർ എ നോർമൽ ടാക്സ് പേയർ opt to pay tax under composition scheme or goods service supplied by him become exempt. അതായത് ഒരു ടാക്സ് പെയർ ബിസിനസ് നിർത്തുവാണ്. അപ്പം ബിസിനസ് നിർത്തുന്ന സമയത്ത് നമുക്കറിയാം ഈ പറയുന്ന ബിസിനസ് നിർത്തുകയല്ല, ബിസിനസ് ഒരു പീരിയഡിൽ വെച്ചിട്ട് അദ്ദേഹം കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറുവാണ്. ബിസിനസ് കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മുടെ കൈവശമുള്ള ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം. കാരണം നമ്മൾ ഈ ക്യാപിറ്റൽ ഇപ്പം നമ്മളൊരു ബേക്കറിയാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ഓവൻ വാങ്ങിച്ചു. ആ ഓവൻ വാങ്ങിച്ച് നമ്മൾ കേക്ക് ഉണ്ടാക്കി നമ്മൾ വിറ്റു. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഒരു വർഷത്തെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 1.5 കോടി രൂപയിൽ താഴെയാണ്. അപ്പോൾ നമുക്ക് ഏത് വർഷമായാലും നമുക്ക് കോമ്പോസിഷൻ സ്കീമിലേക്ക് നമുക്ക് മാറാം. കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറുന്നത് എന്തുകൊണ്ടാണ്, നമുക്കിവിടെ ഇവിടെ ടേൺ ഓവർ 1.5 കോടിയിൽ താഴെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുകയാണ് എന്നാൽ ഇനി റെഗുലർ സ്കീമിൽ നിൽക്കുന്നതിന് കഴിഞ്ഞ് കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറാം. കാരണം 3 മാസത്തിലൊരിക്കൽ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. പിന്നെ ടോട്ടൽ ടേൺ ഓവറിൻ്റെ 1% എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാലും മതി. അപ്പം നമ്മൾ അങ്ങനെ മാറാൻ തീരുമാനിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാപിറ്റൽ അസറ്റിൻ്റെ വാല്യൂ നമ്മൾ നോക്കണം. അപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്തേക്കുന്നതിൻ്റെ ഇൻപുട്ട് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ മുൻ മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മേളിലുള്ള ഈ റെഗുലർ രജിസ്ട്രേഷൻ വരെ ഉള്ള സമയത്തെ ടാക്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബാലൻസ് ഉള്ളത് നമ്മൾ റിവേഴ്സ് ചെയ്യണം. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മേളിലുള്ള ഇൻപുട്ട് ടാക്സ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച്
അടയ്ക്കണം. അതല്ലെങ്കിൽ നമ്മൾ ആ ക്യാപിറ്റൽ ഗുഡ്സ് സെയിൽ ചെയ്തിട്ട് അതിൻ്റെ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മൾ ആ ക്യാപിറ്റൽ ഗുഡ്സ് സെയിൽ ചെയ്യുന്നില്ല, നമ്മൾ വീണ്ടും ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ മേളിലെടുത്ത ഇൻപുട്ട് നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് നോക്കാം. Input tax credit involved in the remaining useful life in months shall be computed on pro rata basis. Pro rata basisലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 5 വർഷമായിരുന്നു നമ്മുടെ ഒരു ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മെഷീൻ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബേക്കറി തുടങ്ങി. ആ ബേക്കറി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു മെഷീനറി വാങ്ങിച്ചു, ഒരു ഓവൻ വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. ആ ഓവൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 5 വർഷമാണ്. നമ്മൾ ഈ ബിസിനസ് 4.5 വർഷമായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ബിസിനസ് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറാനോ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ അവിടെ ഈ ഓവൻ മേടിച്ച വകയിൽ നമ്മൾ മൊത്തം ഇൻപുട്ട് ടാക്സ് ആയിട്ട് നമ്മൾ നേരത്തെ എടുത്തേക്കുന്നത് 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക ഇൻപുട്ട് ടാക്സ്. അപ്പോൾ ഈ 10 ലക്ഷം രൂപയിൽ നിന്ന് നമുക്കിനി എത്ര മാസം കൂടെ മിച്ചമുണ്ട്? ഇവിടെ 4 year 6 month 15 days ആണ്. അപ്പോൾ ഈ 15 ഡേയ്സിനെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, 4 year 7 month ആയി. ഇനി 5 മാസം കൂടെ ഈ മെഷീനറിക്ക് എന്തുണ്ട്, ലൈഫ് ഉണ്ട്. അപ്പോൾ ഈ 5 മാസത്തെ ഇൻപുട്ട് ടാക്സ് നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഫോർമുല എങ്ങനെയാണ്? റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ടാക്സ് ടേക്കൺ 10 lakh ഇൻറ്റു 5 divided by 60. അപ്പോൾ നമ്മൾ ഈ ഇൻപുട്ട് ടാക്സിനെ നമ്മൾ 5 വർഷത്തേക്ക് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അതായത് 60 മാസത്തേക്ക്. അപ്പോൾ 1 ലക്ഷം ഡിവൈഡ് ബൈ 60 lakhs ഇൻറ്റു റിമൈനിങ് 5 month. അപ്പോൾ 83,333 രൂപ കിട്ടും. അപ്പോൾ ഈ 83,333 രൂപ നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് ആഡ് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മാത്രമാണ് നമുക്ക് കോമ്പോസിഷൻ സ്കീമിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഈ ബിസിനസ് ഈ മെഷീനറിയുടെ ടാക്സ് നമ്മൾ എന്ത് ചെയ്തു, മുഴുവൻ എടുത്തു. പക്ഷേ ഈ മെഷീനറിയുടെ ലൈഫ് എത്രയാണ്, 5 വർഷമാണ്. പക്ഷെ നമ്മൾ മെഷീനറി എത്രയേ ഉപയോഗിച്ചുള്ളൂ, 4 വർഷവും 7 മാസവും ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ ഇനി 5 മാസം കൂടി ഈ മെഷീനറി എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഈ 5 മാസം മെഷീനറി ഉപയോഗിച്ച് നമ്മൾ ഗുഡ്സ് ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഗുഡ്സിൻ്റെ മേലുള്ള കേക്കിൻ്റെ മേലുള്ള ടാക്സ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ അവിടെ വെച്ചിട്ട് അങ്ങ് നിർത്തുക. അപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള 5 മാസത്തെ ഈ മെഷീനറിയുടെ ഇൻപുട്ട് ടാക്സ് നമ്മൾ എടുത്തേക്കുന്നത് ഗവൺമെൻറ്റിന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇൻപുട്ട് ടാക്സ് ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് നമ്മൾ പറയുന്നത് ടോട്ടൽ ഇൻപുട്ട് ടാക്സ് പെയ്ഡ് ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ദാറ്റ് മെഷീൻ ഇൻറ്റു റിമൈനിങ് മന്ത്സ്. അപ്പം നമുക്കിവിടെ ഒരു ഫോർമുല ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് എടുക്കുക എന്നുള്ളത് ഞാൻ എഴുതി കാണിക്കും. ഇവിടെ ടോട്ടൽ ITC ഡിവൈഡഡ് ബൈ ലൈഫ് ഇൻ മന്ത്സ്. അപ്പോൾ ഇൻറ്റു റിമൈനിങ് മന്ത്സ്. നമ്മളിവിടെ കണ്ടു, ഇവിടെ നമ്മൾ റിമൈനിങ് മന്ത്സ് നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ വരിക, ടോട്ടൽ ITC എന്ന് പറയുന്നത് 10 lakh ആയിരുന്നു. 10 lakh ഡിവൈഡഡ് ബൈ 5 വർഷമാണ്. അപ്പോൾ 12 മാസം ഇൻറ്റു 5 വർഷം, അപ്പം 60 months 60 months ആണ്. ഇൻറ്റു റിമൈനിങ് ആയിട്ടുള്ള 5 മാസം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമുല. അപ്പോൾ നമ്മളിങ്ങനെ ഈ ടാക്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അടയ്ക്കണം. ഇനി ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഈ കാൽക്കുലേഷൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ഓഡിറ്റ് ചെയ്ത് കാൽക്കുലേഷൻ ശരിയാണ് എന്നുള്ള സർട്ടിഫിക്കറ്റും കൂടെ വെച്ചാലാണ് നമുക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറാനോ പറ്റത്തുള്ളൂ. അതേസമയം ബിസിനസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ മെഷീനറി നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. വിറ്റ വിലയുടെ മേളിൽ നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് എന്ത് ചെയ്താൽ മതി, അടച്ചാൽ മതി. മെഷീനറി നമ്മൾ വിൽക്കുന്നില്ല എങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഒരു GST പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഒരു GSTയുടെ ഒരു നല്ല അക്കൗണ്ടൻ്റ് ആവണമെങ്കിൽ നമുക്ക് GSTയുടെ തിയററ്റിക്കൽ നോളജും വേണം,
അതിൻ്റെ പ്രാക്ടിക്കൽ നോളജും വേണം, ഇതെങ്ങനെ റിട്ടേണിൽ കാണിക്കാമെന്നുള്ള നോളജും കൂടെ നമുക്ക് വേണം. അപ്പോൾ നമുക്കൊരു നല്ലൊരു അക്കൗണ്ടൻ്റ് ആവണമെങ്കിൽ നമ്മൾ തിയറിയും പഠിക്കണം, ഇതിനെ പ്രാക്ടീസ് ചെയ്യണം. ഇതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാവും. എങ്കിൽ മാത്രമാണ് നമുക്കൊരു നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ടൻ്റൊക്കെ ആയിട്ട് പണിയെടുക്കാം, എന്തെങ്കിലുമൊക്കെ ശമ്പളം നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ ജോലിക്ക് ഇറങ്ങുന്നതെങ്കിൽ നമ്മൾ പറയുന്നതാണ് നമ്മളുടെ സാലറി. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കുക, ഇത് പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും വീണ്ടും ചെയ്യുക. അങ്ങനെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാവാനായിട്ട് പറ്റും. ഇനി ക്യാപിറ്റൽ ഗുഡ്സ് സെൻഡ് ഓൺ ജോബ് വർക്ക്. ഇനി ജോബ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, നമ്മളിപ്പോൾ ഒരു മെഷീനറി ഉണ്ടാക്കാൻ, നമ്മളൊരു കുപ്പി ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുപ്പി ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പം നമ്മുടെ കയ്യിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുപ്പി ഉണ്ടാക്കുന്ന മെഷീൻ ഇല്ല. അപ്പം നമ്മൾ വാങ്ങുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ റോളാണ് വാങ്ങുന്നത്. അപ്പം വേറൊരു വ്യക്തി, ഇപ്പം ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ സ്റ്റീലിനെ കുപ്പിയുടെ ഷേപ്പിലേക്ക് വളച്ചു തരുന്ന മെഷീൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാങ്ങിച്ച് ജോണിൻ്റെ കൈവശം വെക്കും. ജോൺ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിനെ എല്ലാം വളച്ച് കുപ്പിയുടെ ഷേപ്പിലാക്കി എനിക്ക് തിരിച്ചു തരും. ഞാൻ എൻ്റെ ലേബൽ ഒട്ടിച്ച് ഇതിനടപ്പൊക്കെ ഫിറ്റ് ചെയ്ത് ഈ സാധനത്തിനകത്ത് എന്തെങ്കിലും കെമിക്കൽ നിറച്ചിട്ട് ഞാൻ സെയിൽ ചെയ്യും. അപ്പം ജോൺ ചെയ്യുന്ന വർക്കാണ് ജോബ് വർക്ക് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ചില ക്യാപിറ്റൽ ഗുഡ്സ് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചോളാം. അപ്പം നമ്മൾ ഒരു മെഷീനറി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പം നമ്മൾ ആ മെഷീനറിക്ക് വേണ്ട പാർട്സ് എല്ലാം മേടിക്കും. അതെല്ലാം ഒരു ലെയ്ത്തിൽ കൊടുത്തിട്ട് അദ്ദേഹം അവിടെ വെച്ചിട്ട് അതെല്ലാം അസംബിൾ ചെയ്ത് നമുക്ക് തരും. അതിനെയാണ് നമ്മൾ ജോബ് വർക്ക് എന്ന് പറയുക. അപ്പം നമ്മൾ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് കൊടുത്തേക്കുവാണ്, ഒരു ജോബ് വർക്കറുടെ കൈവശം ഏൽപ്പിച്ചേക്കുവാണ്. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ നമ്മൾ വാങ്ങിച്ചതിൻ്റെ മേലുള്ള ക്യാപിറ്റൽ ഗുഡ്സ് എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു നാഷണൽ പെർമിറ്റ് ലോറി വാങ്ങിച്ചു. ഈ ലോറിയുടെ എൻജിൻ മാത്രമാണ് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ലോറിയുടെ എൻജിൻ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് അവിടെയാണ് അവർ ബോഡി വെച്ച് തരുന്നത്. ഈ ബോഡി ഉണ്ടാക്കാനായിട്ടുള്ള റോ മെറ്റീരിയലും എൻജിനും അതിന് വേണ്ടുന്ന എല്ലാ മെറ്റീരിയലും നമ്മൾ തന്നെയാണ് ജോബ് വർക്കറെ ഏൽപ്പിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മേളിലുള്ള ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പം നമുക്ക് പറയാനായിട്ടുള്ളത്, ITC വിൽ ബി അലൗഡ് ടു പ്രിൻസിപ്പൽ മാനുഫാക്ചർ ഇഫ് എ ക്യാപിറ്റൽ അസറ്റ് ഹാസ് ബീൻ സെൻഡ് ടു എ ജോബ് വർക്കർ ഫോർ ജോബ് വർക്ക്. അപ്പോൾ ജോബ് വർക്കറുടെ കൈവശത്തേക്ക് നമ്മൾ കൊടുത്തു വിട്ടേക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മേളിലുള്ള ഇൻപുട്ട് ടാക്സ് നമുക്ക് എടുക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, 3 വർഷത്തിനുള്ളിൽ ഈ ലോറി പണിത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് നമുക്ക് തിരിച്ചു തരണം. 3 വർഷത്തിനുള്ളിൽ തിരിച്ചു തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ടായിട്ട് നമുക്ക് എടുക്കാം. ഇനി 3 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു തരുന്നതെങ്കിൽ നമ്മൾ വാങ്ങിച്ച ഈ ലോറിയുടെ എഞ്ചിനും റോ മെറ്റീരിയലും എല്ലാം ജോബ് വർക്കർക്ക് സെയിൽ ചെയ്യുന്നതായിട്ട് കാണിക്കണം. എന്നിട്ട് അയാൾ ലോറി പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് ലോറി നമ്മൾ തിരിച്ച് വാങ്ങിച്ചതായിട്ട് അദ്ദേഹത്തിൻ്റെ നമ്മൾ സെയിൽസ് ഇൻവോയ്സ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇതിൻ്റെ കാൽക്കുലേഷൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ഞാൻ ഈ നോട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സിനുമായിട്ട് ബന്ധപ്പെട്ടാണ് പഠിച്ചത്. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് ഓൺലി ഫോർ പേഴ്സണൽ യൂസും ഓൺലി ഫോർ എക്സംപ്റ്റഡ് സപ്ലൈ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാനായിട്ട് ഒരു അവകാശവും ഇല്ല. നോർമൽ ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിച്ചാലും അതിൻ്റെ മുഴുവൻ ITC നമുക്ക് എടുക്കാം. ഇനി ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിച്ചിട്ട് അതിൻ്റെ കുറച്ച് പോർഷൻ ടാക്സബിളും കുറച്ച് പോർഷൻ നോർമൽ സെയിൽസിനും കുറച്ച് പോർഷൻ എക്സംപ്റ്റഡും കുറച്ച് പോർഷൻ നിൽ റേറ്റഡും ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് നമുക്ക് വേണ്ട ആവശ്യമുള്ള എലിജിബിൾ ആയിട്ടുള്ള ടാക്സ് എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇന്നെലിജിബിൾ ആയിട്ടുള്ളത് എത്രയാണെന്നുള്ളത്, റിവേഴ്സ് ചെയ്യേണ്ട പോർഷൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. റിവേഴ്സ് ചെയ്യേണ്ടാത്ത പോർഷൻ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധയോടെ കേൾക്കുക, നോട്ട് വെച്ചിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.